ഹായ് നമസ്കാരം. ഞാൻ രാൻഡോ രാഹുൽ എന്നാണ്. സാഗർ മെഡിക്കൽസിൻ്റെ ക്യാമ്പിൻ്റെ ടീമിൽ വരുന്നത്. അപ്പം ഇന്ന് 11th ബുധനാഴ്ച നമ്മൾ വൈത്തിരി സഹകർ മെഡിക്കൽസും പഞ്ചായത്തും കൂടെ സംയുക്തമായിട്ട് ക്യാമ്പ് നടത്തി. മോർണിംഗ് 9:30 തുടങ്ങി. ഇപ്പോൾ 5 മണി ആവുന്നു, സ്റ്റിൽ ഗോയിങ് ആണ്. അപ്പം എന്നാണ് ഇന്നത്തെ ഒരു ക്യാമ്പിനെ പറ്റിയുള്ള റിവ്യൂ എന്താ? ഞാൻ രേഷ്മ, സഹകർ മെഡിക്കൽസിലെ ഫാർമസിസ്റ്റ് കം മാനേജിംഗ് പാർട്ണറാണ്. ഈ ക്യാമ്പ് 100% എനിക്ക് സാറ്റിസ്ഫൈഡ് ആണ്. ഒരിക്കലും ഇത്രയും അധികം ആൾ വരുമെന്ന് പ്രതീക്ഷിച്ചിട്ടില്ല. ആദ്യ ദിവസങ്ങളിലൊക്കെ ബുക്കിംഗ് എടുത്തപ്പോൾ വളരെ കുറവായിരുന്നു. പക്ഷേ ഇന്നലെയാണ് 100 ബുക്കിംഗ് ഏകദേശം എത്തിയത്. പക്ഷേ ഇന്ന് ഇപ്പോൾ നോക്കുമ്പോഴേക്കും നമുക്ക് ക്യാമ്പ് നിർത്താൻ പറ്റാത്തൊരു സ്ഥിതിയിലേക്ക് മാറിയിട്ടുണ്ട്. ഇപ്പോഴും ആൾക്കാർ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ രജിസ്ട്രേഷൻ നിർത്തി എന്ന് പറഞ്ഞുകൊണ്ടാണ് വരാണ്ടിരിക്കുന്നത്. 100% സാറ്റിസ്ഫൈഡ് ആണ്. ഓക്കെ. അപ്പം വിചാരിച്ച പാർട്ടിസിപ്പേഷൻ വന്നിട്ടുണ്ട്. ഓക്കെ. ഇപ്പം ഇന്നിപ്പം വന്നതിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് 100 അബോ പാർട്ടിസിപ്പേഷൻ വന്നിട്ടുണ്ട്. അപ്പം അതിൽ നിങ്ങൾ ഓൾറെഡി എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സ് ആണോ കൂടുതൽ, അതോ ന്യൂ കസ്റ്റമേഴ്സ് ആണ് കൂടുതൽ? എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സ് വളരെ കുറച്ചേ ഉള്ളൂ. നമ്മൾ സ്ഥിരമായിട്ട് വരുന്ന കുറച്ച് പേരെന്നല്ലാതെ ഒരു എബവ് 50% ന്യൂ കസ്റ്റമേഴ്സ് തന്നെയാണ്. ഓക്കെ. പ്രീ ബുക്ക് ചെയ്ത് എല്ലാവരും വന്നിട്ടുണ്ട്, അവരെ ഫോളോ ചെയ്ത് വന്നിട്ടുണ്ട്. ഓക്കെ. എന്താണ് കസ്റ്റമേഴ്സിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു റിവ്യൂ? എന്തായാലും കസ്റ്റമേഴ്സിന്റെ ഭാഗത്തുനിന്ന് വളരെ നല്ല അഭിപ്രായമാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും റേറ്റ് കൊടുത്ത് ചെയ്യുന്ന ടെസ്റ്റുകളല്ലേ, ECG കാര്യങ്ങളൊന്നും ഒരു ക്യാമ്പിലും ഉണ്ടാവാറില്ല. അപ്പോൾ അതൊക്കെ ഇവിടെ കിട്ടിയപ്പോൾ എല്ലാവരും സാറ്റിസ്ഫൈഡ് ആണെന്നാണ് പറയണത്. ഇപ്പോൾ ഇന്ന് അഹല്യയുടെ ഭാഗത്തുള്ള ഐ ക്യാമ്പിന്റെ പാർട്ടിസിപ്പേഷൻ കൂടി ഉണ്ട്. ഇനിയിപ്പോൾ നെക്സ്റ്റ് ടൈം നമ്മളൊരു ക്യാമ്പ് നമ്മൾ സെറ്റപ്പ് ചെയ്യുമ്പോൾ എന്താണ് അഗസ്റ്റിൻ സാറിന്റെ ഭാഗത്ത് നിന്ന് എന്തൊക്കെയാണ് സജഷൻസ്? എന്തെങ്കിലുമൊക്കെ സജഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നിലവിൽ ഇന്നത്തെ ഒരു സംഭവം ഞാൻ പറയാം. അത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇന്ന് ക്യാമ്പ് നടത്തിയ നമ്മൾ പ്രതീക്ഷനെ കണ്ട് വലിയൊരു അളവിൽ ആളുകൾ വന്നിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് നമ്മളിത് മാറ്റി വെച്ചായിരുന്നു. അപ്പോൾ രണ്ടാമത് അന്ന് നമുക്ക് അത്രയും ആളുകൾ വന്നിട്ടുണ്ടായില്ല. ഇപ്പം നമുക്ക് 100ന്റെ മുകളിൽ ഏകദേശം 150 പേരുടെ മുകളിൽ ആൾക്കാർ വന്നു. നമ്മൾ പ്രതീക്ഷനെ കണ്ട ആൾക്കാരാണ് വന്നിരിക്കുന്നത്. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പഞ്ചായത്തിൻ്റെ വലിയ സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ പ്രസിഡന്റ് ആണെങ്കിലും അതിന് വ്യാപാര വ്യവസായി പ്രസിഡന്റ്, സെക്രട്ടറി, നമ്മുടെ മെമ്പർമാർ, അതുപോലെ തന്നെ നമ്മുടെ വ്യാപാരികളുടെ ഭാഗത്തു നിന്നും മൊത്തം നമ്മുടെ ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട്, ഷെയറിങ് ഉണ്ടായിരുന്നു ഇഷ്ടം പോലെ. അപ്പോൾ അതുകൊണ്ട് എല്ലാ ഭാഗത്തേക്കും എത്തി. പക്ഷേ ജനങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. പക്ഷേ എന്താ വെച്ചാൽ നമുക്ക് ഇനിയിപ്പോൾ നമുക്ക് ഇന്നത്തെ സമയത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അഹല്യേൻ്റെ വലിയൊരു സപ്പോർട്ട് കിട്ടി. കാരണം അവർക്ക് മറ്റേ പരിശോധനയ്ക്കുള്ള ഇതും കാര്യങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ചെയ്യുന്ന സമയത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് റൂറൽ ഏരിയയിൽ കുറേ ആളുകളും കൂടെ എത്താനുണ്ട്. അതായത് നമ്മൾ പുതിയ എത്താനുണ്ട്. അപ്പോൾ അതും കൂടെ നമ്മൾ ചെയ്തുകൊണ്ട് എന്താണ് അടുത്തൊരു ക്യാമ്പ് പെട്ടെന്ന് തന്നെ ചെയ്യണമെന്നാണ് നമ്മുടെ ആഗ്രഹം. കാരണം നമ്മൾ സംസാരിക്കുകയും ചെയ്തു. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആളുകളിലേക്ക് ഇനി ഇപ്പോൾ ഇപ്രാവശ്യം വന്നത് പുതിയ കസ്റ്റമേഴ്സാണ്, കൂടുതലും പുതിയ കസ്റ്റമേഴ്സാണ് വന്നേക്കുന്നത്. അപ്പോൾ അതുപോലെ പുതിയ കസ്റ്റമേഴ്സിലേക്ക് എത്തിയാലാണ് നമ്മുടെ സംരംഭം വിജയിക്കത്തുള്ളൂ, അല്ലേ? അപ്പോൾ അതിനുള്ള നടപടികൾക്ക് വേണ്ടിയിട്ട് കൂടുതൽ പോസ്റ്റർ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഓൾറെഡി നിങ്ങൾ ചെയ്തു തരുന്നുണ്ട്. അപ്പോൾ അത് കുറച്ചും കൂടെ എല്ലാ ദിവസങ്ങളിലും എന്താണ് സഹകാർ എന്നുള്ള ആ പേര് ആളുകളുടെ മനസ്സിലേക്ക് വരാനുള്ള സെറ്റപ്പ് നമുക്ക് ചെയ്ത് കിട്ടും. തീർച്ചയായിട്ടും. അപ്പോൾ അത് ഞങ്ങൾ സംസാരിക്കാറുണ്ട് ഇടയ്ക്ക്. ഞങ്ങൾ ഒരുമിച്ച് കൂടുന്ന സമയത്തൊക്കെ. അപ്പോൾ എണീക്കുന്ന സമയത്ത് സഹകാർ എന്നാലേ നമുക്ക് മെഡിസിൻ ഇതിലേക്ക് എത്താൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു സെറ്റപ്പിൽ കാര്യങ്ങളും കൂടെ നിങ്ങളുടെ ഭാഗത്തും കൂടെ സെറ്റപ്പ് ചെയ്ത് തരുമ്പോൾ, ഓൾറെഡി ചെയ്ത് തരുന്നുണ്ട്, കുറച്ചും കൂടെ ആയി വരുമ്പോൾ നല്ലൊരു ക്യാമ്പും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് പോകും. എനിക്കൊരു സജഷൻ പറയാനുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും ഇനിയും ക്യാമ്പുകൾ വെക്കണം. ഇതിപ്പോൾ ഒരു ട്രയൽ ആയതുകൊണ്ട് നമുക്കറിയില്ലായിരുന്നു എത്രത്തോളം സക്സസ് ആവും എന്നുള്ള കാര്യങ്ങളൊന്നും. ഇനിയിപ്പോൾ ഒരു ക്യാമ്പ് വെക്കുമ്പോൾ നമ്മൾ വേറെ ENT ഡിപ്പാർട്ട്മെൻറ്റ്, ഡെൻറ്റിസ്റ്റ്, ഇവരെ അഹല്യ ഫൗണ്ടേഷന് ഇപ്പോൾ സപ്പോർട്ട് കിട്ടിയ പോലെ തന്നെ അതും നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ മാക്സിമം ശ്രമിക്കണം. പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ടെക്നോളജി ഞങ്ങളിപ്പോൾ ആദ്യമായിട്ട് കാണുകയാണ്, എവിടെയും കണ്ടിട്ടില്ല. ഇന്നിപ്പം ഓരോ സ്ഥലത്ത് നമ്മൾ ടെസ്റ്റ് കൊടുത്താൽ 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്യണം ഒരു റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ. ഇതിപ്പോൾ നമുക്കൊരു 5 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ തന്നെ എല്ലാ റിസൾട്ടും കിട്ടിയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടെക്നോളജി ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. ഇതിപ്പോൾ എല്ലാ സ്ഥലത്തും മാക്സിമം ക്യാമ്പുകൾ ചെയ്യാൻ പറ്റുന്നിടത്തൊക്കെ ചെയ്യണം എന്നാണ് നമുക്കൊരു പൊതുവായിട്ടുള്ള അഭിപ്രായം. നമുക്ക് തന്നെ ഈ വർഷം ക്യാമ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ വീണ്ടും ചെയ്യണം. തീർച്ചയായിട്ടും. ഈ ഒരു ക്യാമ്പ് വർക്കൗട്ട് ചെയ്യാനും അത് നല്ല രീതിക്ക് നമുക്ക് വൈൻഡപ്പ് ചെയ്യാനും ഹെൽപ്പ് ചെയ്തതിന് നമ്മുടെ സഹകരണ ടീമിൻ്റെ ഭാഗത്ത് ഒരു താങ്ക്സ്, എന്തായാലും നമ്മുടെ ഭാഗത്ത് താങ്ക്സ് ഉണ്ട്. നമുക്ക് ഇങ്ങനൊരു ക്യാമ്പ് ഇവിടെ ചെയ്യാൻ വേണ്ടി പറ്റിയതിന് ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ്, മെമ്പർമാർ, അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ വ്യാപാരി വ്യവസായികൾ, അവരെ പ്രസിഡന്റ്, സെക്രട്ടറിമാരെ അവരുടെ ഭാഗത്തുനിന്നും, അതുപോലെ തന്നെ അതിന് ഒപ്പം തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ സഹകാറിൻ്റെ ഏറ്റവും വലിയൊരു സപ്പോർട്ടും കൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതാണ് നമുക്ക് ഇത്രയും ആളുകൾ വരാനും ഇത്രയും നല്ലൊരു കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കാനും പറ്റിയത്. നമ്മൾ പ്രതീക്ഷയെക്കാട്ടും അപ്പുറത്തേക്ക് വന്നത്. അപ്പോൾ
ഞങ്ങളുടെ പേരിൽ, അത് വൈത്തിരി സഹകാർ മെഡിക്കൽസിൻ്റെ പേരിൽ, ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ വളരെ നന്ദി എല്ലാവർക്കും നൽകും.